ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഗുരുവായൂർ റൂട്ട്, അതുപോലെ പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ പറയും. അതിൽ കല്ലേക്കാടുന്ന് ഒരു 500 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് വന്നിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. നല്ല ബ്രാൻഡ് ന്യൂ വീടാണ്. ഇനിയും പണി കുറച്ചുകൂടി പെൻഡിങ് ഉണ്ട്. ഇൻ്റർലോക്കിൻ്റെ വർക്ക്, അതുപോലെ ബാത്റൂം ക്ലോസറ്റുകളും കാര്യങ്ങളും വെക്കാനുള്ള വർക്ക്, ഗാർഡനിങ് ചെയ്യാനുള്ള വർക്ക്, അങ്ങനെ കുറച്ച് വർക്ക് മാത്രമേ ഇതിൽ പെൻഡിങ് ഉള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടി പാലക്കാട് KSRTC നോക്കുമ്പോൾ 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അതുപോലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ 9 കിലോമീറ്റർ, രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നോക്കുമ്പോൾ ഒരു 3 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളൂ. ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഏരിയ തൊട്ടിട്ട് അങ്ങ് ലാസ്റ്റ് വരെയും കംപ്ലീറ്റ് നമുക്ക് ഇതുണ്ടാവും, ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. കാർ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടിയ ഈ ഒരു ഭാഗത്താണ്. ഒരു 2 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ഇത് ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് നിന്നാണ്. അതുപോലെ ഡോർ ഫേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോർത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കയറുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കിഴക്കുന്ന് പടിഞ്ഞാട്ട് കയറുന്ന പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു സ്റ്റെപ്പ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് നിന്ന് കയറുന്ന പോലെയാണ്. ഡോറും നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ചുറ്റുവട്ടം നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്യും കേട്ടോ. പിന്നെ ജനലിൻ്റെ കാര്യം അതുപോലെയൊക്കെ നോക്കുകയാണെങ്കിൽ UPVCയുടെ ജനലും കാര്യങ്ങളൊക്കെ വരിക. ബാക്ക് സൈഡിലും കണ്ട് ഇത്രയും സ്പേസ് നമുക്ക് വേണമെങ്കിൽ കിച്ചണിന് വെളിയിലോട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു പോർഷൻ മൊത്തം ഇവിടെയാണ് ബോർവെല്ല് കൊടുത്തിരിക്കുന്നത്. ചുറ്റുവട്ടവും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നടന്നു പോകാനുള്ള എല്ലാ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലവും കൂടി ഉണ്ട്, അതും കൊടുക്കാനുള്ളതാണ്. സ്ഥലത്തിന് അവർ ചോദിച്ചിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ് പെർ സെൻറ്റ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത സ്ഥലം കേട്ടോ, കണ്ടില്ലേ. ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ട് മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടോ. നമുക്ക് വീടിൻ്റെ ഉൾവശം നോക്കാം. കയറുമ്പോൾ തന്നെ തേക്കിൻ്റെ നല്ലൊരു ഡോറ്, വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. ലിവിങ്, ഡൈനിങ് ആൻഡ് കിച്ചൺ എല്ലാം ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ആൾറെഡി നല്ല സ്പേസ് ഉണ്ട്, അതല്ലാതെ തന്നെ ഈ ഓപ്പൺ ആയിട്ട് കൊടുത്തുകൊണ്ട് നല്ല സ്പേസ് ഒന്നും കൂടി നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ കണ്ടില്ലേ, സ്റ്റെയർ കേസ് റൂമിന് അവിടെ തന്നെ നമുക്ക് ഡൈനിങ് സ്പേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് ഉണ്ട്. ഓക്കെ, വർക്ക് ഏരിയ നമുക്ക് വേണമെങ്കിൽ വെളിയിലെടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇവിടെ ഇതിനകത്ത് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാനും സാധിക്കും. ഇത് നമുക്ക് താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇതിൽ കബോർഡ് വർക്കോ കാര്യങ്ങളൊന്നും അവർ ചെയ്തു തരില്ല. ബാക്കി എല്ലാ വർക്കും ഉണ്ടാവും. ജനലിൻ്റെയും കാര്യങ്ങൾ ബാലൻസ് പെൻഡിങ് ഉള്ളത്, അതുപോലെ ബാത്റൂമിനകത്ത് വാഷ്റൂമിനകത്തൊക്കെ ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ട്, അതൊക്കെ ചെയ്തു തരും. അല്ലാതെ കബോർഡ് വർക്കോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. വേണ്ട, ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് അത്ര അറിയുന്നില്ല. ഇനി ഇതിൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ സ്പേസ് നമുക്ക് ശരിക്കും മനസ്സിലാകുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ വരെ സെൻട്രലായിട്ട് 2 ഡോറിൻ്റെയും ഈ ഒരു ഏരിയ അടുത്ത ബെഡ്റൂമാണ്. രണ്ടിലും ഒരു ലോഫ്റ്റ് മാത്രമാണ്. ആ ബാത്റൂമിൽ ഫേസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രമേ ലോഫ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഇതും അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു വാഷ്റൂം തന്നെയാണ്. അപ്പോൾ താഴെ ഇതാണ് സ്പേസ്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം. ഹാൻഡ് റെയിലെല്ലാം സ്റ്റീലിൻ്റെ നല്ല ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഒരു സിംഗിൾ വിൻഡോ ആണ് ഇവിടെ സ്റ്റെയർ റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫാമിലി സ്പേസ് ആയിട്ട്, ലിവിങ് സ്പേസ് ആയിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഡോർ ഇവിടുന്ന് ഈ ഫാമിലി സ്പേസിൽ നിന്ന് പോകുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഇത് ഹാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് അല്ലേ. ഇഷ്ടംപോലെ മനോഹരമായിട്ടുള്ള വീടുകൾ ഇഷ്ടംപോലെ അടുത്ത് തന്നെ ഉണ്ട്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഹൈവേ പാലക്കാട് ടൗൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. അത്രയ്ക്കും അടുത്ത് തന്നെയാണ്. ഇത് നമുക്ക് മേലെയുള്ള ഒരു ബെഡ്റൂം, താഴെ 2 ബെഡ്റൂമും മേലെ ഒരു ബെഡ്റൂമും ഉള്ളത്. ഇതും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളിടത്ത് നമുക്ക് വ്യാസ വിദ്യാഭ്യാസ സ്കൂളിൻ്റെ അടുത്തേക്ക് നമുക്കൊരു 1.5-2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ലുലു മാളിലേക്ക് പോകണമെങ്കിൽ ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്. ഇതിലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനോട് ചേർത്തിട്ട്. നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അല്ലേ. ഒരു L ഷേപ്പിൽ ഈ തൊട്ട് കിടക്കുന്ന ഈ സ്ഥലങ്ങളിലെ താഴെ ഈ ഒരു 5 സെൻറ്റിന് കൊടുക്കാനുള്ള കേട്ടോ. 5 സംതിങ് ഉണ്ടാവും വീടുകളൊക്കെ ഉണ്ടല്ലേ. നല്ല വീതിയുള്ള റോഡ്, 7 മീറ്ററോളം വീതിയുള്ള റോഡ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറും കണ്ടു. ഇനി ഇതിൽ നമുക്ക് കിട്ടാനുള്ള ഓപ്പൺ ടെറസ് ഏരിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ടിലൊരു ഓപ്പൺ ടെറസ് ഏരിയ കണ്ടു. ഇവിടെ നമുക്ക് വെളിയിലൊരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂം കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ. 4 ബെഡ്റൂം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൂടി സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ടെറസ് ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ 5 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, 1700 സ്ക്വയർ ഫീറ്റ്, വെറും ഒരു 600 മീറ്റർ 600 മീറ്റർ തന്നെ ഉള്ളൂ ഹൈവേക്ക്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 60 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.